56 ചാപ്റ്റേഴ്സും 51 ദിവസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് മോഡൽ എക്സാമിന് മുൻപ് നിങ്ങൾക്ക് ഈ 56 ചാപ്റ്റേഴ്സ് തീർക്കാൻ വെറും 51 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. 49 ചാപ്റ്ററോ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. ഓക്കെ, ഇനി ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യേണ്ട കാര്യം, ഈ 56 ചാപ്റ്റേഴ്സിൽ എത്ര ചാപ്റ്റേഴ്സ് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? 4 ആവാം, 5 ആവാം, 10 ആവാം, 20 ആവാം, 30 ആവാം, വാട്ട് എവർ. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സയൻസ് സബ്ജക്റ്റിനെ മാത്രമാണ് എണ്ണിയിട്ടുള്ളൂ, ലാംഗ്വേജസിൽ എണ്ണിയിട്ടില്ല. ഈ ചാപ്റ്റേഴ്സിൽ എത്ര നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഓബ്വിയസ്ലി നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാം. അതിനേക്കാൾ ഉപരി എന്താണ് ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യാം. എല്ലാവരുടെയും ഒരു അവസ്ഥ ജസ്റ്റ് എന്താണ് എനിക്ക് മനസ്സിലാവാനും നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഇനി സാർ കമൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? മക്കളെ, ഇത് ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ ഇതുവരെ നമ്മളെന്താണ് പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 നല്ല മാർക്ക് കിട്ടും, +2 നല്ല മാർക്ക് കിട്ടിയ നല്ല കോളേജ് കിട്ടും, നിങ്ങൾക്ക് നല്ല കരിയർ ഉണ്ടാക്കാൻ പറ്റും, നല്ല ജോലി കിട്ടും, പല പല ഗുണങ്ങളും എന്താണ് നമ്മൾ പബ്ലിക് എക്സാമിൽ മാർക്ക് കിട്ടുന്നതിലൂടെ ഉണ്ടാവും. പേരൻസിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും അത് വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയ കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞു തന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എങ്ങനെ ഡെയിലി പഠിക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിനൊന്നും നമുക്ക് സമയമില്ല, മാത്രമല്ല അതിനൊന്നും പ്രസക്തിയില്ല. ആ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ? അല്ല. ഇനി ആ കാര്യങ്ങൾ നോക്കിയിരുന്നിട്ടല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ അത്രയും കേട്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മക്കളെ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഈ 56 ചാപ്റ്റേഴ്സ് നമ്മൾ വരുന്ന 51 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പബ്ലിക് എക്സാമിൽ നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കേണ്ട. അതാണ് റിയാലിറ്റി. അപ്പോൾ സാർ എക്സാമിൻ്റെ അവസാനം മാരത്തോൺ ലൈവ് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത പോലെ കാര്യമുണ്ടാവില്ല. അതായത് നിങ്ങളൊന്നും പഠിക്കാതിരുന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വല്ല 60% ആയിരിക്കും, അല്ല 50% ആയിരിക്കും നിങ്ങൾ നേടാൻ പോകുന്നത്. ആ 50%-ന് 60%-ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 75%, 80%-ലേക്ക് ആക്കിത്തരാം ആ മാരത്തോൺ ക്ലാസ് കൊണ്ട് മാത്രം. അല്ലാണ്ട് അവസാനത്തെ ഒരു മാരത്തോൺ ക്ലാസ് കണ്ടതുകൊണ്ട് +1-ൽ ഈ 56 ചാപ്റ്റേഴ്സും നിങ്ങൾക്കറിയാം അതിൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം ഹെവിയാണെന്ന്. അത് പഠിച്ച് നിങ്ങൾക്ക് 90% അല്ലെങ്കിൽ 85% ഒക്കെ കിട്ടാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹം മാത്രമായി നിൽക്കും, റിയാലിറ്റി ഒരിക്കലാവില്ല. അതാണ് റിയാലിറ്റി. അത് നിങ്ങൾ എക്സാമിനറിനല്ല, ഏത് ക്ലാസ് കണ്ടാലും ആര് നിങ്ങളെ പഠിപ്പിച്ചാലും ഏത് ബുക്ക് നിങ്ങൾ പഠിച്ചാലും അവസാനം മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു 85% അല്ലെങ്കിൽ 90% മുകളിലാണ് മാർക്കെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് കാര്യം ഞാൻ പറയാം, പഠിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ, അതും എത്രയും പെട്ടെന്ന്. ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നാണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ പാടെ നിങ്ങൾ ഡെയിലി മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി പാളും. റിയാലിറ്റി പോലെ പറയുന്നതാണ്, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഇനി പേടി വരികയാണെങ്കിൽ നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? 51 ദിവസമേ ഉള്ളൂ, എഫക്റ്റീവ്ലി ഉപയോഗിക്കണം. അപ്പോൾ 50 ദിവസം, ഒന്നൊരു ദിവസം അതിൽ ഓരോ ദിവസവും അതിൽ ഓരോ മണിക്കൂറും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പഠിക്കണം. ഇനി നമ്മൾ നോളജിന് വേണ്ടി പഠിച്ച കാര്യമില്ല. അതൊക്കെ ഇത്രയും മാസങ്ങളുണ്ടായിരുന്നു നോളജിന് വേണ്ടി പഠിക്കാൻ. ഇനി നോളജിന് വേണ്ടിയും പഠിക്കുക, പക്ഷേ കൂടുതൽ ഫോക്കസ് എന്തിനായിരിക്കണം, പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് ഉണ്ടാക്കാം, പരീക്ഷയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആവും എന്ന് തന്നെ ചിന്തിച്ച് പഠിച്ചാൽ പരീക്ഷയിൽ മാർക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാച്ചിൻ്റെ പ്രൊമോഷൻ ആണെന്ന് വേണം നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനുള്ളൂ മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ ഓൾറെഡി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സാമിനറിന് അഗ്നി റിവിഷൻ ബാച്ച്, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ എല്ലാ സബ്ജക്റ്റിനും, അതായത് 56 ചാപ്റ്ററും പിന്നെ ലാംഗ്വേജസിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം അടക്കം നമ്മൾ തീർക്കുന്നതായിരിക്കും വെറും 41 ഡേയ്സ് കൊണ്ട്. ഡേറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, എൻഡ് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 ക്ലാസ് നിങ്ങൾ മിസ്സായിട്ടുണ്ടാവും, അത് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്ത് പഠിക്കാം. താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി സാർ ഇതൊരു ബാച്ച് പ്രൊമോഷൻ വീഡിയോ ആയിരുന്നോ? അല്ല. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാതെയും എങ്ങനെ ഇത് പഠിച്ചെടുക്കാം, എങ്ങനെ പരീക്ഷയിൽ ഒരു 95% മുകളിൽ വാങ്ങിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ആ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയില്ല, ഈ ഫീസും നമ്മൾ അഫോർഡബിൾ ആണെന്നൊക്കെ പറയും. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സിനും അഫോർഡബിൾ ആണ് ഈ ഫീസ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അഫോർഡബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യേണ്ട. പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം ഈ ബാച്ചിൽ പറയുന്ന ഫീച്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാതെയും നിങ്ങൾക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, റെഡി? ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം പ്രൈമറിലി ഇതാണ് മക്കളെ, ഈ ഫീച്ചേഴ്സൊന്നുമല്ല, നിങ്ങൾക്ക് എന്താണ് കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാവും. ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് നമ്മൾ ടൈം ടേബിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത്
28-ാം തീയതി നിങ്ങൾ ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത്, സെറ്റ്സും മോഷൻ സ്ട്രേറ്റ് ലൈൻ. അത് മാത്രം പഠിച്ചാൽ മതി, അത് പഠിക്കുകയും വേണം, വേറെ ഒരു വഴിയുമില്ല. കാരണം 40 ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റർ തീർക്കണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ. സാർ ഇത് വെറുതെ എങ്ങനെയാണ് പഠിക്കുക? വെറുതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് സ്റ്റാർട്ടിംഗ് ടു അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും റിവിഷൻ ക്ലാസ് ആയിട്ട് അലൻ സാർ എടുത്ത വീഡിയോ നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ റിവിഷൻ ക്ലാസ് വീഡിയോ മാത്രമല്ല, അതിനുശേഷം അതിൻ്റെ പ്രീവിയസ് ഇയർ എല്ലാ ചോദ്യങ്ങളും, കഴിഞ്ഞ 13 വർഷത്തെ എല്ലാ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യത്തിൻ്റെ വീഡിയോ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കഴിഞ്ഞ ചാപ്റ്റർ മോഷൻ സ്ട്രേറ്റ് ലൈൻ അങ്ങനെ തന്നെയാണ്, അന്ന് തീർക്കുന്നു. അതിന് എന്താണ് പഠിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് നമുക്കുണ്ടാവും, കൃത്യമായിട്ട് എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവും, കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ സാർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഓരോ ദിവസം വെക്കേഷൻ ദിവസങ്ങൾ ഇങ്ങനെ വെക്കേഷൻ കഴിഞ്ഞാൽ ഓരോ ദിവസം ഒരു ചാപ്റ്റർ ഉണ്ടാവും. അത് വൈകുന്നേരം രാവിലെ ആയിട്ട് നിങ്ങളൊരു 4 മണിക്കൂർ നിങ്ങൾ കണ്ടെത്താൻ പറ്റുകയാണ് ഈസിലി. നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ച് 41 ദിവസം കൊണ്ട് നമ്മുടെ 56 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഫുള്ള് പഠിച്ച് തീർക്കാം. ഫുള്ള് പഠിച്ച് തീർക്കാം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. 3.25 മണിക്കൂർ ഓരോ ചാപ്റ്ററിൻ്റെ ക്ലാസ് വരും, അല്ലെങ്കിൽ 3.5 മണിക്കൂർ വരും. ആ 3.5 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്ററിൽ അല്ലാത്ത ചോദ്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ടല്ല പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ വന്നോളൂ, അത് എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ പറയാം, പക്ഷേ അതിനേക്കാളും വലിയ ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായി ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. സാർ ഞാൻ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റില്ല, +1 എത്തിയിട്ട് അങ്ങനത്തെ സംസാരിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയുക? ഒന്നും എനിക്ക് പറയാനില്ല. +1 എത്തിയ വിദ്യാർത്ഥികളാണ് നിങ്ങൾ, ഇത്രയും പ്രായമായി, ഇത്രയും മെച്യൂരിറ്റി ഗെയിൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ടൈം ടേബിൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് തീർക്കാൻ പറ്റും, മാർക്ക് നേടിയെടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് എടുത്തത് നിങ്ങൾ ആകെ കണ്ടാൽ മതി എന്ന് ഒരാൾ പറഞ്ഞു തന്നിട്ട് പോലും നിങ്ങൾക്ക് പഠിക്കാൻ സാർ എനിക്കതറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതിൽ കൂടുതൽ എന്താ ഒരു +1 വിദ്യാർത്ഥിയോട് ഇങ്ങനെ പറയുക? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എന്ത് മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളത് മോട്ടിവേറ്റഡ് ആവണമുള്ളൂ, ഇന്ന് തന്നെ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. തീരുമാനത്തിൻ്റെ ഒരു ഗെയിമാണത്. നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ ദർ ഇസ് നോ സൊല്യൂഷൻ ഇല്ല അവിടെ. ഓക്കെ, കാര്യം മനസ്സിലായി? ഇനി ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണം വായിച്ച് നോക്കാം. ഞാൻ വേണം വായിച്ചു തരാം. ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. ഏറ്റവും ബേസിക്സിനാണ് തുടങ്ങാമെന്ന് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് വന്നിരിക്കാം. മോഷണൽ സ്ട്രേറ്റ് ലൈനിൽ വന്നിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറിയില്ല, കുഴപ്പമില്ല. ഫസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങും. മോഷണൽ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ വെക്ടേഴ്സ് എന്ന് അറിയില്ല, കുഴപ്പമില്ല, അതും പറഞ്ഞു കൊടുക്കും. ബേസിക്സ് തുടങ്ങാം. എന്നാൽ അഡ്വാൻസ് ലെവൽ വരെ എത്തും. എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യും. പരീക്ഷയിൽ നിങ്ങളെ ഏറ്റവും കിട്ടാൻ ചാൻസുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. പ്രീവിയസ് ഇയറിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും, എല്ലാ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ ലാംഗ്വേജസിൻ്റെ ക്ലാസ് ഫുൾ ലെങ്ത് ക്ലാസ് നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സാമിനറിൻ്റെ ഫുൾ ലെങ്ത് ക്ലാസ്, അതായത് ഈ റിവിഷൻ ക്ലാസ് അല്ലാതെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മോഷനെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട് വന്നു, നിങ്ങൾ പേടിക്കേണ്ട. അതിൻ്റെ ഫുൾ ലെങ്ത് ക്ലാസ്, ടോപ്പിക്കുള്ള ക്ലാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എക്സാമിനറുടെ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ മോഡൽ എക്സാംസ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല, അത് ഫസ്റ്റ് കാര്യം. മാത്രമല്ല അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ? ഇതിൽ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങളെല്ലാം വെച്ചാൽ 51 ദിവസത്തിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവും? ഇല്ല, അതാണ് റിയാലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനർ തരാൻ പോകുന്നത് അറ്റ് ആൻ അഫോർഡബിൾ ഫീസ്. ഓക്കെ, ജോയിൻ ചെയ്യാം. ഇനി സർ കാര്യമൊക്കെ കൊള്ളാം, ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ പറയുന്ന പോലെ അങ്ങോട്ട് അതിൽ എന്താണ് ടൈം ടേബിൾ കൊടുത്താൽ നമ്മൾ ഫോളോ ചെയ്താൽ മതി. കുറേ ആലോചിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. സാർ അത് ചെയ്യണോ, മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻ, മറ്റേ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ട. ഇതിലെങ്ങനെയാണോ കൊടുത്തത് അത് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്തിട്ടാണ് വർഷങ്ങളായിട്ട് ഓരോരോ കുട്ടികൾ 520 വാങ്ങിച്ചുകൊണ്ട് വരുന്നതും 99% വാങ്ങിച്ചുകൊണ്ടിരുന്നു, 98% ഒക്കെ അങ്ങനെ പഠിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് പ്രൂവൺ മെത്തേഡാണ്, എഫക്റ്റീവായുള്ള സ്റ്റഡി പ്ലാനാണ്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനാണ് ക്ലാസ് എടുക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെയാണ് അവരെടുക്കുന്നത്. ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് എക്സ്ട്രാ നിങ്ങളുടെ അടുത്ത് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാന സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇത് തീർത്തതിന് ശേഷം മാത്രം. കാര്യം മനസ്സിലായി? ഇനി സാർ ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സാർ എനിക്ക് എങ്ങനെയാണ് മാർക്ക് കിട്ടുക? വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക സ്വന്തമായിട്ട്. കാരണം നിങ്ങളിങ്ങനെ ആലോചിക്കണ്ടല്ലോ, ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ? 56 ചാപ്റ്റേഴ്സ് 51 ദിവസം കൊണ്ട് പറ്റില്ല. ടൈം ടേബിൾ ഉണ്ടാക്കുക, ഓരോ ദിവസം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ച് തീർക്കും. ഓക്കെ, ഇനി സാർ എങ്ങനെ പഠിച്ച് തീർക്കും? പല മെത്തേഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണം ഒറ്റയ്ക്ക് പഠിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ച് ഒറ്റയ്ക്ക് നോട്ട്സ് വെച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൈഡ് വെച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ പഠിക്കാം. ഞാൻ അങ്ങനെ പഠിച്ചിട്ടാണ് എനിക്ക് എന്താണ് +1ലും +2ലും എനിക്ക് ബോർഡ് എക്സാം, ഞാൻ CBSE പഠിച്ചത്. എനിക്ക് 95% മുകളിലാണ് മാർക്ക് കിട്ടി. CBSE അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഞാൻ വാങ്ങിച്ചെടുത്തത്. ഞാൻ ആരുടെ സഹായം അങ്ങനെ ഉപയോഗിച്ചില്ല. ട്യൂഷനൊക്കെ ഞാൻ പോയിട്ടെങ്കിലും ഞാൻ അവസാനം സ്വന്തം പഠിച്ചിട്ടാണ്. അങ്ങനെ കുറേ പഠിച്ച കുട്ടികളെ എനിക്കറിയാം. സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെ പഠിച്ച് 100% മാർക്ക് വാങ്ങിച്ച കുട്ടികളെ എനിക്കറിയാം. അത് പറ്റും. എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. നോട്ട്സ് സംഘടിപ്പിക്കേണ്ടി വരും, ഗൈഡ്സ് സംഘടിപ്പിക്കേണ്ടി വരും.
ആദ്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ചില ടോപ്പിക്സ്, അപ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും. അപ്പം കുറച്ച് എഫേർട്ട് കൂടും, പക്ഷേ പഠിക്കാൻ പറ്റും. പക്ഷേ അതിന് കൃത്യമായ ടൈം ടേബിൾ വേണം. ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള ടൈം ടേബിൾ വേണം. എന്തൊക്കെ തീർത്ത് പോകുന്ന ടൈം ടേബിൾ ഇല്ലാണ്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ട് കാര്യമില്ല. അതൊരു കാര്യം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഇല്ല എന്നാരാ പറഞ്ഞത്? എക്സാമിനർ തുടങ്ങിയ പോകുന്നില്ല, ഈ വർഷം തുടങ്ങിയ പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ മുതൽ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സസ് കിടപ്പുണ്ട്. പാർട്ട് വൈസുള്ള ക്ലാസ് ഉണ്ട്, അല്ലാത്ത വൺ ഷോട്ട് ക്ലാസ് ഉണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ ആപ്പിലുള്ള അത്രയും കണ്ടന്റ് ഉണ്ടാവില്ല അതിൽ. പക്ഷേ നിങ്ങൾ അതും പ്ലസ് നിങ്ങൾ ഏതെങ്കിലും ഗൈഡോ അല്ല ഏതെങ്കിലും നോട്ട്സോ അല്ല എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ എക്സാമിനറിനോ അല്ലാത്ത ക്വസ്റ്റ്യൻ ബാങ്കോ നിങ്ങൾ കോമ്പിനേഷനിൽ പഠിക്കാനാണ്, അത് മതി. കുറച്ച് ഒബ്വിയസ്ലി നിങ്ങളുടേതായ എഫേർട്ട് കൂടും, നിങ്ങളുടേതായ പ്ലാനിങ് നിങ്ങൾ ചെയ്യണം. ഈ പ്ലാനിങ് എക്സാമിനർ ചെയ്തു തരാൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ഇത്രയേ ഉള്ളൂ, ഇനിയെങ്കിലും നിങ്ങളൊരു കൃത്യമായിട്ടുള്ള പ്ലാന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ പണിപാളും. ആരും നിങ്ങളെ പുഷ് ചെയ്യാനുണ്ടാവില്ല. ഓക്കെ, പഠിക്കുന്നു പറയാൻ ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതിങ്ങനെ തന്നെ എന്തെങ്കിലും നടന്നോളും. 10ാം ക്ലാസ് പോലെയൊക്കെ അവസാനം എന്തെങ്കിലും മരണമാസ പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും, A+ കിട്ടും. A+ൻ്റെ കാലമല്ലാതെ അത് കഴിഞ്ഞു പോയി. പെർസെൻറ്റേജിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ഓരോ ചാപ്റ്ററും നിങ്ങൾ ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും, കൂടുതൽ ഡെപ്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഫിസിക്സ് പോലെ സബ്ജക്റ്റിൽ ഡെറിവേഷൻസ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് പോലെ സബ്ജക്റ്റിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. പല കാര്യങ്ങളും നിങ്ങൾ അവസാനത്തെ പബ്ലിക് എക്സാമിൽ നേരിടാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ലൈറ്റായിട്ട് എടുക്കരുത്, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കണം. അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനോടെയാണ് പോകുന്നത്, ഈതർ വിത്ത് എക്സാമിനർ ബാച്ച് ഓർ അതർവൈസ്. ഒരു കൃത്യമായിട്ട് പ്ലാനോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയയിലെ കുറച്ച് ടൈം ടേബിൾ ഉണ്ടാവണം, ചാപ്റ്റർ ഉണ്ടാവണം എന്നുള്ള ക്രൈറ്റീരിയസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്. മക്കളെ, നിങ്ങൾ 95% മുകളിൽ വാങ്ങാനുള്ള കുട്ടികളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിലൊരു സംശയമില്ല. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. റിയാലിറ്റി വീഡിയോ ആണത്, റിയാലിറ്റി ചെക്ക് വീഡിയോ ആണ്. ഇതിൽ കൂടുതലായിട്ട് മോട്ടിവേഷൻ എനിക്ക് തൽക്കാലം പറയാനില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ +1 വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഇത്രയൊക്കെ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, എത്രത്തോളം സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയാലേ പബ്ലിക് എക്സാമിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് നേടിയെടുക്കാൻ പറ്റും എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ പ്ലാൻ ഫോളോ ചെയ്താൽ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് റിയാലിറ്റി മനസ്സിലായിട്ട് പഠിക്കാൻ ഇനിയെങ്കിലും റെഡി ആയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ സർ വി ആർ റെഡി എന്നോ അല്ല എന്തെങ്കിലും മെസ്സേജ് ഇടാം. അത് കാണുമ്പോൾ വേറെ കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും, നിങ്ങൾക്ക് മാത്രമല്ല മറ്റു കുട്ടികൾക്ക് അത് കാണുമെന്നാണ്. ഓക്കെ, വേറൊരു എന്നെ പോലെ ചെയ്യാൻ റെഡിയായ വേറെ ആളുണ്ട്, അവൻ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവനെന്താണെന്ന് തോന്നും, ഞാനത് ചെയ്യാൻ റെഡിയാണ്, കാരണം എന്നെപ്പോലെ വേറെ കുട്ടികൾ ഇതിൽ ചെയ്യാൻ റെഡിയാണ്, ഒരു ടീമിലാണ് നമ്മൾ, ഒരു ഫാമിലിയിലാണ് നമ്മൾ എന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എക്സാമിനർ ഫാമിലിയിൽ നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരായ ഫ്രണ്ട്സിനും തോന്നാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റും കൂടി അങ്ങോട്ട് ഇട്ടേക്കും. അത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊന്നും പറയാനില്ല. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിനും അല്ലാണ്ട് കാണാം. മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത് മക്കളെ, ജാനുവരി 1 നമ്മുടെ യൂട്യൂബിൽ ഒരു ഭീകര ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. ന്യൂ ഇയർ ഡേ ആണ്, പക്ഷെ അതല്ല, സെലിബ്രേഷൻ ആയിരിക്കില്ല. കൂടുതൽ നമ്മുടെ പബ്ലിക് എക്സാമിൽ എങ്ങനെ നമുക്ക് പഠിക്കണം, എങ്ങനെ നമുക്ക് ഇനിയുള്ള സമയം കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓൾസോ യൂട്യൂബിൽ ഇനി ലൈവ് ക്ലാസ് എങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യാമെന്ന് ജാനുവരി 1 എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ജാനുവരി 1 വൈകുന്നേരം നടക്കാൻ പോകുന്ന ഇവൻറ്റ് 7 മണിക്കായിരിക്കും ഉണ്ടാവുക, മിസ് ചെയ്യരുത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മക്കളെ. ബൈ ആൻഡ് ടേക്ക്.